നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും കായികമേളയുടെയും മറവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി കോടികൾ പിരിച്ച സർക്കാർ. വിദ്യാർത്ഥികളിൽ നിന്നും പിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ യാതൊരു കണക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഇല്ല. കഴിഞ്ഞ ബജറ്റിൽ 680.87 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടും സാമ്പത്തിക ബാധ്യതയിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. അനധികൃത പണപ്പിരിവിന് ഓരോ വിദ്യാഭ്യാസ ഉപജില്ലകൾക്കും ക്വാട്ട നിശ്ചയിച്ച് ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ നിന്നും കായികമേളയുടെയും കലോത്സവത്തിന്റെയും നടത്തിപ്പിനായാണ് വിദ്യാർത്ഥികളിൽ നിന്നും കോടികൾ പിടിച്ചെടുക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്ന് കായികമേളയ്ക്ക് 75 രൂപ വീതവും കലോത്സവത്തിന് 50 രൂപ വീതവും പിരിക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളിൽ നിന്ന് 2 മേളയ്ക്കും 15 രൂപ വീതമാണ് പിരിവ്. ഇതിനു പുറമെ സ്പോൺസർഷിപ്പിലൂടെയും അധ്യാപകരിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണത്തിലൂടെയും കോടിക്കണക്കിന് രൂപയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കായിക കലോത്സവ വിഭാഗങ്ങളിലെ നടത്തിപ്പിനായി ശേഖരിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കായിക വിഭാഗത്തിൽ മാത്രമായി 10 കോടിയിൽ പരം രൂപ പിരിച്ചെടുത്തു. ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത ഈ പണപ്പിരിവിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി വ്യാജ ബില്ലുകളും വൗച്ചറുകളും വ്യാപകമായി തയ്യാറാക്കുകയാണെന്നും ആരോപണമുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേള 2025 ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് 21 മുതൽ 28 വരെയാണ് നടത്തുന്നത്. 2025-26 ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അക്കാദമിക് നിലവാരവും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കും മാത്രമായി 27.80 കോടി രൂപയും, അധ്യാപകരുടെ പ്രൊഫഷണൽ വികസനത്തിന് 5 കോടിയും, IT അടിസ്ഥാന സൗകര്യ വികസനത്തിന് 38.50 കോടി രൂപയും, ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനുമായി 92.15 കോടിയും, സർക്കാർ സ്കൂളുകളിലെ ഭൗതിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് 84.28 കോടിയും, സ്കൂൾ വിദ്യാഭ്യാസത്തിലെ തടസ്സരഹിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് 10 കോടിയും, പാഠ്യപദ്ധതി ചട്ടക്കൂടിനായി 21 കോടിയും, ഉച്ചഭക്ഷണ പരിപാടിക്കായി 402.14 കോടിയും അടക്കം 680 കോടി രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിനായി ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ ഈ തുകയൊന്നും വകുപ്പിന് തികയുന്നില്ലെന്ന അഭിപ്രായമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേത്. വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നില്ലെന്നും തരുന്നവരിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും അധ്യാപകർ പറയുന്നു. സംസ്ഥാന സ്കൂൾ കായിക കലാമേളയുമായി ബന്ധപ്പെട്ട കരാറുകൾ ചില ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്ക് മാത്രം നൽകുന്നതായും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ആരോപണമുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് അടക്കമുള്ളവയ്ക്ക് വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സി നൽകുന്നതിനുള്ള കരാർ ഒരു സീനിയർ ക്ലർക്കിന്റെ ബന്ധുവിനാണ്. ജേഴ്സി കരാർ ഈ വർഷവും ഇതേയാൾക്ക് നൽകാൻ നീക്കവും നടക്കുന്നുണ്ട്. എന്നാൽ കൊട്ടേഷൻ വിളിക്കണമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടെന്നാണ് വിവരം. മറ്റൊരു ക്ലർക്കിനാണ് കായികമേളകളിൽ ഭക്ഷണ വിതരണത്തിനുള്ള കരാറുകൾ സ്ഥിരമായി നൽകുന്നത്. പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവിലും കൃത്രിമത്വം കാട്ടി സ്ഥിരമായി തട്ടിപ്പ് നടത്തുകയാണെന്ന ആരോപണവും ശക്തമാണ്.